ഇന്ന് നമുക്ക് മുന്തിരി കൊണ്ടൊരു പോപ്സിക്കിൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ ആവശ്യാനുസരണം മുന്തിരി എടുക്കുക. ഞാൻ ഇവിടെ 3 കപ്പ് മുന്തിരിയാണ്, നല്ല മധുരമുള്ള മുന്തിരിയാണ്. സീഡ്ലെസ് മുന്തിരി എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുരു ഉണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ ഒരു കനപ്പ് ടേസ്റ്റ് വരും. ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ മങ്ക് ഫ്രൂട്ടാണ് ചേർക്കണത്. എറിത്രിറ്റോൾ ഇല്ലാത്ത മങ്ക് ഫ്രൂട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മുന്തിരിയുടെ ഒരു ചവർപ്പും പുളിപ്പൊക്കെ വരണം, അതാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം നല്ല ടേസ്റ്റാണ്. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഞാൻ ആദ്യം ചായ അരിക്കുന്ന അരിപ്പുകൊണ്ട് അരിച്ച് നോക്കി, പക്ഷേ അത് തീരെ കാര്യമില്ല. നമ്മുടെ വലിയ അരിപ്പില്ലേ, വലിയ അരിപ്പ എല്ലാവരും വീട്ടിലൊരുവിധം ഉണ്ടാവും. ആ അരിപ്പയിൽ വേണം അരിച്ചെടുക്കണേ. അപ്പോൾ ഒരുവിധം പൾപ്പൊക്കെ ഇതിലേക്ക് വരിക. അപ്പോഴാണ് ചാറും നല്ല ഭംഗിയായിട്ട് വരിക, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും നമ്മുടെ ജ്യൂസ്. ഇനി അത് നമുക്ക് പോപ്സിക്കിളിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പോപ്സിക്കിളിൽ മോൾഡ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ് ട്രേയിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ടൂത്ത് പിക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ നടുക്കിലായിട്ട്, അങ്ങനെയും ചെയ്യാം. ഐസ് ട്രേയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഡീപ് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 5 മണിക്കൂർ 6 മണിക്കൂർ നന്നായിട്ട് ഫ്രീസ് ആയതിന് ശേഷം ഇതുപോലെ ഡീപ് ഫ്രോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മുന്തിരിയുടെ പോപ്സിക്കിളും റെഡി ആയിട്ടുണ്ട്.